സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ പേരിൽ വ്യാജ സർക്കുലർ എന്ന പരാതി. ഏകീകൃത കുർബാന അർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്ന പേരിലാണ് സർക്കുലറിന് പിന്നിൽ ദുരൂഹതയെന്നും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് വ്യാജ സർക്കുലർ ഇറക്കിയിരിക്കുന്നതെന്നും സഭാ അനുകൂല വിഭാഗം വ്യക്തമാക്കുന്നു. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അർജുൻ, ഏതെങ്കിലും തരത്തിൽ ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഈ നിലവിൽ മേജർ ആർച്ച് ബിഷപ്പിന് സാധിക്കില്ല. കാരണം വത്തിക്കാനും സഭയുടെ സിനഡും എല്ലാം തന്നെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നത് ഏകീകൃത കുർബാനയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ബിനിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കുർബാന തർക്കം രൂക്ഷമാകുന്നതിനിടയിലാണ് ഒരു വ്യാജ സർക്കുലർ എന്ന ആരോപണവുമായി സഭാ നേതൃത്വം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന നിർബന്ധമാക്കിക്കൊണ്ട് നേരത്തെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഏകീകൃത കുർബാനയുടെ രീതികൾ വിശദീകരിക്കുന്ന രീതിയിൽ മറ്റൊരു സർക്കുലർ പുറത്തിറക്കിയത്. എന്നാൽ ഇത് സഭാ നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല, സഭാ നേതൃത്വം ഇറക്കിയതല്ല എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. മാത്രവുമല്ല, ഇതിൽ കാണിക്കുന്ന തീയതി 15-ാം തീയതിയാണ്. ഈ ജൂൺ മാസം 15-ാം തീയതി ഇറങ്ങേണ്ട ഒരു സർക്കുലറാണ് അതിനു മുൻപ് തന്നെ അത്തരത്തിലൊരു വ്യാജ സർക്കുലറായി ഇറങ്ങിയിരിക്കുന്നത് എന്നും ആരോപിക്കുന്നു. മാത്രവുമല്ല, 14-ാം തീയതി സിനഡ് യോഗം ചേരുന്നുണ്ട്. ഈ സിനഡ് യോഗത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ നേരത്തെ തന്നെ പുറത്തു വരികയും അതിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന നിർബന്ധമാക്കിക്കൊണ്ടുള്ള സർക്കുലർ പുറത്തിറക്കിയത് എന്നാണ് വിമത വിഭാഗം ആരോപിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം ഈ കുർബാന രീതികൾ വിശദീകരിക്കുന്ന മറ്റൊരു സർക്കുലർ കൂടി പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് വ്യാജമാണ്, ഇത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തിന്റെ വിശദീകരണം. എന്തായാലും ഈ കുർബാന തർക്കം രൂക്ഷമാകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ സർക്കുലർ ആരോപണവുമായി സഭാ നേതൃത്വം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കേണ്ട രീതികൾ എന്ന പേരിലാണ് വ്യാജ സർക്കുലർ പ്രചരിക്കുന്നത് എന്നാണ് സഭാ അനുകൂല വിഭാഗം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.